പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്നും ഒരു ദുആ ചെയ്യുമ്പോൾ ആ 10 കാര്യം ഉൾപ്പെടുത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. 1, ദുആഇന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യുന്ന സമയം, തുടങ്ങുന്ന സമയത്ത് നിങ്ങളിനി മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ദുആ ചെയ്യാം. എല്ലാ ഭാഷയും അള്ളാഹുവിന് അറിയാം. എങ്കിലും ദുആ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദും സ്വലാത്തും ദുആഇന്റെ തുടക്കത്തിൽ നിർബന്ധമായി പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? ദുആ ചെയ്യുമ്പോൾ എന്ത് പറയണം? എങ്ങനെയാ ഒന്ന് പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് നിർബന്ധമായി പറയണം. 2 അള്ളാഹുവിന്റെ 99 പേരിൽ ഒരു 5 പേരെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിന് 99 പേരുണ്ട്, അസ്മാഉൽ ഹുസ്ന. 99 പേര് ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കും. ആ 99 പേര് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് സലാം എന്ന് തുടങ്ങുന്ന പേരുകൾ, അതിൽ നിങ്ങൾക്കറിയുന്നത് മലയാളത്തിലെങ്കിലും അല്ലാഹ് റഹ്മാനായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, ദയാലുവായ പടച്ചവനെ, സിട്ടാവായ അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ, ഇതുപോലെ ഔദാര്യമുള്ളവനെ, ഇതുപോലെ ഒരു 5 പേരെങ്കിലും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3ാമത്തെ കാര്യം, ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ഓർമ്മ നിനക്കുണ്ടാകണം. ദുആ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യക്കാര് നമ്മൾ, അള്ളയല്ല. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യക്കാര് നമ്മൾ, അള്ളയല്ല. നമുക്ക് അള്ളാനെ കൊണ്ട് ആവശ്യം, നമ്മളെ കൊണ്ടല്ല അള്ളാഹിക്ക് ആവശ്യം. ദുആ ചെയ്യണ സമയത്ത് നമുക്ക് തന്നെ ഓരോ ഉറപ്പില്ല ഇത് സ്വീകരിക്കുമെന്ന്. ദുആ ചെയ്യുന്നവര് തന്നെ അറിയാം അത് സ്വീകരിക്കൂല, അവന് തന്നെ 100-ൽ 101% ഉറപ്പില്ല. പിന്നാണെങ്കിൽ ഇപ്പം തന്നെ പള്ളിയിലൊക്കെ ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോൾ ബിരിയാണി തിന്നാനിരിക്കണ പോലെ ചിലരൊക്കെ ഇരിക്കണേ. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ സദ്യ ഉണ്ണാനിരിക്കണ പോലെ 2 കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറി ഇരിക്കുക. ഇങ്ങനെ ചിലർക്കാണെങ്കിൽ പിന്നെ കൈപോലും ഉയർത്താൻ കഴിയില്ലല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്യണമെന്ന്, ഇതിങ്ങനെ വെട്ടിയിട്ടിരിക്കാൻ മടിയിൽ ചിലർക്ക് പിടിക്കാൻ തന്നെ സമയമില്ല. അല്ലാഹു നമ്മുടെയൊക്കെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യജമാനന്റെ മുന്നിൽ നിൽക്കുന്ന അടിമയെ പോലെ താഴ്മയോടുകൂടി വേണം അള്ളാഹിനോട് ദുആ ചെയ്യാൻ. നമ്മുടെ കാര്യങ്ങൾ പടച്ചവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാന്യനായിട്ട് വളരെ താഴ്മയോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി അത്തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഒരു സൗണ്ട് കേൾക്കണത്? തനിയം ഉണ്ടായിടാ. 3ാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ ആവശ്യക്കാരൻ നീയാണ്, അള്ളയല്ല. ആ ഓർമ്മയുണ്ടാകണം. 4, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ 4ാമത്തെ കണ്ടീഷൻ, നിന്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവേ, നീ എനിക്ക് കൈ തന്നു, കണ്ണ് തന്നു, മക്കളെ തന്നു, ഭാര്യ തന്നു, ജോലി തന്നു, ആഫിയത്ത് തന്നു, ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഞാനതിന് നന്ദിയുള്ളവന്. നിനക്ക് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ, ഞാൻ നിസ്കരിച്ചിട്ടായിരിക്കണത്, നിസ്കാരപ്പായി. ഞാൻ നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയത്ത് അള്ളാഹ് ഇരിക്കണേ. റബ്ബേ, ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന ദുആ ചെയ്യണേ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 ഇനിയുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സഹോദരിമാർ. 6, അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവെ, ഞാനും അവനും ഒരുമിച്ചാ ഗൾഫിൽ പോയെ, ഞങ്ങൾ 2 പേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യണം, അവന് നല്ല വീടായി, മക്കളെയൊക്കെ കെട്ടിച്ച് നല്ല, എന്നോട് മാത്രം എന്ത് പടച്ചാൻ ഇങ്ങനെ? എൻ്റെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിലായി, എന്നെ മാത്രം എന്ത് പടച്ചനെ നീ ഇങ്ങനെ ആക്കിക്കളഞ്ഞു? അള്ളാഹിനെ കുറ്റപ്പെടുത്തുക. 2 പേരും അള്ളാഹിന്റെ അടിമകൾ തന്നെയാണ്. ഞാനും അള്ളാഹിന്റെ അടിമ, നീ അള്ളാഹിന്റെ അടിമ. എന്നിട്ട് ഒരാളോട് നീ നീതി കാണിച്ചു, എന്നോട് നീതി കാണിച്ചില്ല, അള്ളാഹിനെ കുറ്റപ്പെടുത്തുക, ദുആ ചെയ്യും.
എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏഴാമത്തെ കാര്യം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനും എതിരായി ദുആ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യണ സമയത്ത് അള്ളാഹുവെ പടച്ചവനെ, അവൻ എത്തീങ്കാനയിലാവണേ, അവൻ്റെ വീട് മുടിഞ്ഞു പോണേ, അവൻ്റെ മോടെ തലാക്ക് പറയണേ, കൊത്തുവാള എടുക്കണേ, കച്ചവടമൊക്കെ മുടിഞ്ഞ് അള്ളാഹുവെ എത്തീങ്കാനയിലാവണം, പള്ളിയുടെ ഫ്രണ്ടി ഇരുന്ന് പിരിക്കണം. നമ്മൾ ദുആ ചെയ്യും. മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ദുആ ചെയ്താ നിന്റെ കാര്യം നടക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെയ്യണ കാര്യല്ലേ താത്ത ഇല്ലേ? ദുആ ചെയ്യുമ്പോൾ 27-ാം രാവിന്റെ അല്ല പടച്ചവനെ, അവന്റെ മയ്യത്ത്, അവളുടെ മയ്യത്ത് റോഡിൽ നിന്ന് തുടച്ചെടുക്കണം, വണ്ടിയുടെ അടിയിൽ നിന്ന് കുളിപ്പിക്കാൻ പോലും കിട്ടല് പടച്ചവൻ. നമ്മളൊക്കെ ദുആ ചെയ്യണം. പ്രാക്കും ശാപവും ഒക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പൊന്നത്ത, നിന്റെ കാര്യം നടക്കാത്ത അതുകൊണ്ടാ. നീ എത്ര കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടും പടച്ചവൻ തരാത്ത എന്താ? നീ ദുആയിലും മറ്റുള്ളവൻ മുടിയാൻ വേണ്ടി ദുആ ചെയ്താൽ വല്ലതും നടക്കോ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തന് അനുഗ്രഹം ഉണ്ടാവണ കണ്ടിട്ട് നമുക്ക് അസൂയപ്പെട്ടിട്ട് ഒന്നും കിട്ടാനില്ല. എടാ, നിന്റെ വീടിന്റെ അയൽവാസി അവൻ കൂലിപ്പണിയാ, റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവൻ, എന്നാലും അവന്റെ വീട്ടില് 500 രൂപ ഒരു ദിവസം ശമ്പളം വന്നാൽ സന്തോഷമാ, ബാലൻസ് വരും. ഇപ്പൊ പള്ളിയിലെ ഉസ്താദന്മാരെ കണ്ടില്ല, കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യും. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് 5000 രൂപ 6000 രൂപ കൂട്ടി കൊടുക്കത്തില്ലല്ലോ പാവങ്ങൾക്ക്. കൂട്ടിപ്പോലും കൊടുക്കൂല. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ചോദിക്കുമ്പോൾ പറയും, ഉസ്താദെ ബർക്കത്തുണ്ടല്ലോ നിങ്ങൾക്ക് അതിനകത്തുനിന്ന്. 5000 രൂപയായിരിക്കും, പക്ഷെ ആ 5000 രൂപയിൽ തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയും മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് ബാലൻസ് ഉണ്ടാവും. അള്ളാഹു അതിലൊരു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരുത്തൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട്, ഒരു ഉസ്താദന്മാർക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റൂല, നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റൂല, അസൂയ. തൻ്റെ അയൽവാസിക്ക് ഒരു നല്ല വീട് വെച്ചുകൂടാ, നല്ലൊരു കാർ എടുത്തുകൂടാ, ഇതൊക്കെ കാണുമ്പോൾ അസൂയ നമുക്ക്. എൻ്റെ പൊന്നു ചങ്ങായിമാർ, ഒരു കാര്യം മനസ്സിലാക്കാം, 3 കാര്യങ്ങൾ നമ്മുടെ കൂടെ നടക്കുന്ന, എത്ര ഓടിച്ചാലും പോകില്ല, 3 കാര്യം കൂടെ നടക്കും. 1 മരണം, 2 നീ തിന്നേണ്ട ഭക്ഷണം നീ അല്ലാതെ വേറെ ആരും തിന്നില്ല. ഓരോ ഭക്ഷണത്തിന്റെ ഒരു മണി അരിയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്, സിറാജ് ഇന്ന അരി തിന്നും, അത് എവിടാണെങ്കിലും അത് ഞാൻ പോയി തിന്നിരിക്കും, അത് വേറെ ലോകത്തൊരു മനുഷ്യനും തിന്നൂല. മരണവും അതുപോലെ കൂടെ നടക്കും. 3-മതൊരു കാര്യം, നിനക്ക് കിട്ടേണ്ട പൈസ ലോകത്ത് വേറെ ആർക്കും കിട്ടൂല, നിനക്ക് തന്നെ കിട്ടത്തുള്ളൂ. നിന്റെ പേരതിൽ എഴുതിയിട്ടുണ്ട്, നിനക്കേ കിട്ടൂ. നിനക്ക് അർഹതയില്ലാത്ത 1 രൂപ വേറൊരുത്തന്റെ 1 രൂപയും നിനക്ക് കിട്ടൂല, നിന്റെ പൈസ തന്നെ നിനക്ക് കിട്ടൂ. നീ പിന്നെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം? അസൂയൊക്കെ വിട്ടിട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. അയൽവാസിയുടെ വീട് കണ്ടിട്ടും വാഹനം കണ്ടിട്ടും അവന്റെ അനുഗ്രഹം കണ്ടിട്ടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിനക്ക് വേണമെങ്കിൽ നീ അള്ളാഹിനോട് ദുആ ചെയ്യ്, പടച്ചോൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്തുണ്ടാവണമെന്ന് ഒരു വഴി പറഞ്ഞു തരാം, ചെയ്യൂ ചങ്ങാതി. അള്ള തന്നതിലൊക്കെ ബർക്കത്ത് കിട്ടാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് ലോഹർ നിസ്കരിച്ചപ്പോഴത്തേക്ക് പവർ പോയാ? കൂടണ്ടേ പവർ? ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാന്റെ റസൂല് പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ 4 കാര്യങ്ങളുള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു 4 കാര്യം പറഞ്ഞു തരാം, വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കൂലേ? 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. നോക്കൂ, ഇതെന്തിങ്ങനെ ഇരിക്കണം, നോക്കൂടെ? 1, ചിരിക്കരുതാരും. ഇത് പറയുമ്പോ താത്തമാർക്കൊക്കെ ചിരിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിൽ 4 സാധനങ്ങളുണ്ടോ അവന്റെ വീട്ടിൽ അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് അറിയോ? മട്ടൻ അടിക്കാൻ മാത്രമല്ലേ അറിയൂ. ആരുടെ വീട്ടിലാണോ ആടുള്ളത്, TV ഉള്ളതല്ല, ആട്, ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വളർത്താനൊക്കെ ഇത്തിരി കഷ്ടപ്പാടാ, ഇത്തിരി ബുദ്ധിമുട്ടാ. ഉസ്താദെ കുളിപ്പിക്കണം, കഴുകണം, വൃത്തിയാക്കണം, ആഹാരം കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റൂല, സമയമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീട്ടിൽ ആടുണ്ടോ അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുന്ന, വീട്ടിൽ ആടുള്ള ഏതെങ്കിലും ഒരു താത്ത ഉണ്ടോ? ഒന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാ 3-4 ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ആരുമില്ല, ബർക്കത്തിനെങ്കിലും അൽഹംദുലില്ലാ, അല്ലാഹു ചെയ്യുമാറാകട്ടെ. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുണ്ടെങ്കിൽ കോഴി, ഇറച്ചിക്കോഴി തിന്നാൻ
മട്ടൻ തിന്നാൻ കോഴി തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ, കോഴിയെ വീട്ടിൽ വളർത്തണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വളർത്തലൊക്കെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. വീട്ടിൽ കോഴിയെ വളർത്തിയാൽ കിട്ടുന്ന പ്രതിഫലം അറിയാവോ? വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ഉള്ള പ്രതിഫലം അറിയാവോ? ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തെങ്ങിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ച് നിൽക്കാം. ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ, കൊള്ളാം. അടുത്ത വർഷം തെങ്ങ് നിന്നതിൻ്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റും, കണ്ണേറ്. ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അതോടുകൂടി തീർന്ന്. കണ്ണേറും പ്രാക്കും ശാപമൊക്കെ ഇതൊക്കെ ഉള്ളതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ കോഴിയുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്ത് കോഴിയുടെ കണ്ണിൽ ഒന്ന് തറപ്പിച്ച് നോക്കണം. ചുമ്മാതിരിക്കുമ്പോൾ കോഴിയുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ണുരുട്ടിയിട്ട് നോക്കണം. കോഴി നിന്നെ നോക്കി പേടിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീറൊന്നും പരിക്കൂല എന്ന, കോഴി തടയുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കാൻ മറകട്ടെ. നിങ്ങളിങ്ങനെ ഓടി നടക്കുക, അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക. ഉസ്താദെ, പ്രാക്കും കണ്ണീറും ശാപം സിഹിർ മണ്ണാങ്കട്ടൊക്കെ ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക, അവിടെ ഇവിടെയൊക്കെ ജ്യോതിശാലയങ്ങളിലും അവിടെ ഇവിടെയൊക്കെ. ഓടേണ്ട പെങ്ങളെ, വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നോക്ക്. എൻ്റെ ഉമ്മയാണെങ്കിൽ ഞാൻ ഈ വഴുതു പറയാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കണ്ണീറും പ്രാക്കൊക്കെ. അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഉമ്മ ഏതോ ഉസ്താൻ്റെ അടുക്ക പോയപ്പം പറഞ്ഞു, മോൻ ഒരുപാട് പ്രാക്കൊക്കെ ഉണ്ട്, മാറാന് ഒരു കോഴിയെ തലയെ ചുറ്റിയിട്ട് വിട്ടാൽ മതി 41 ദിവസവും. ഉമ്മ എന്നെ കാണുമ്പോൾ എപ്പോഴും ഇത് പറയും. എനിക്കാണെങ്കിൽ ഇതിൽ വിശ്വാസവും ഇല്ല. അവസാനം ഉമ്മച്ചിയല്ലേ പറയണ കേട്ടിട്ട് തല വെച്ച് കൊടുത്തു. ഒരു കോഴിയെ പിടിച്ച് തലയെ ചുറ്റിയിട്ട് വിട്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇതിന്റെ ഇറച്ചി നിങ്ങൾ ആരും കഴിക്കരുത്, ഇതിന് ഭക്ഷണം കൊടുക്കണം, കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഉമ്മ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. 12 ദിവസം കഴിഞ്ഞപ്പോൾ കോഴിയുടെ സ്വഭാവം അങ്ങ് മാറി. നാട്ടിലുള്ളവരെയൊക്കെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി. എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും, പട്ടിയുള്ളതുപോലെ വീട്ടിൽ കോഴി അവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. അവസാനം നാട്ടുകാരെല്ലാം കൂടെ അതിന് എറിയാൻ തുടങ്ങി. എല്ലാവരും ഓടിച്ചിട്ട് കൊത്തുക. അവസാനം പിന്നെ പിടിച്ച് കെട്ടിയിട്ട് 21 ദിവസം ആയപ്പോഴത്തേക്ക് അതങ്ങ് എവിടെ ചത്തുപോയി. പ്രാക്ക് കൊണ്ട് അതങ്ങ് എത്തുപോയി. അങ്ങനെ അവസ്ഥയായിപ്പോയി. ഞാനിത് പറഞ്ഞത് കോഴിയെ തലയെ ചുറ്റി വിടണമെന്നല്ല, ഇനി അങ്ങനെ ഒരു മസല പറഞ്ഞെന്ന് പറഞ്ഞ് ചുറ്റി വിടരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ കോഴിയെ വളർത്തിയ ഉപദ്രവങ്ങൾ, ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ശൈത്താൻ ഇഷ്ടമില്ലാത്ത ജീവിയാ കോഴി. ശൈത്താൻ ഇഷ്ടമല്ല കോഴിയെ. കാരണം എന്താപ്പാ? എന്തുകൊണ്ടാ? സുബഹിക്ക് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചുറങ്ങുമ്പോൾ കോഴിയിട്ട് ഒരൊറ്റ കൂവല, എഴുന്നേക്കട പള്ളിയിൽ പെടാന്ന്. നമ്മളൊക്കെ സുഖിച്ചുറങ്ങാം. ശൈത്താൻ വന്നിട്ട് ഉറങ്ങുമോനേന്ന് ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോൾ കോഴി നമ്മളെ വിളിച്ചുണർത്തും. അതുകൊണ്ട് ശൈത്താന് കോഴിയെ ഇഷ്ടമല്ല. വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ശൈത്താന്റെ ഷെറുകൾ ഉണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോ ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ വിചാരിക്കും, ഈ ചങ്ങാതി എന്താണ് ആടും കോഴിയൊക്കെ പറയണത്? പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പറയണ്ടേ? 2ാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം. ഇനി 2 കാര്യം താത്താമാർക്കുള്ളതാണ്. ഇങ്ങോട്ട് നോക്ക്. ഇനി 2 കാര്യം താത്താമാർക്കുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തങ്ങളെത്തി കഴിഞ്ഞ് ഇനി ഇപ്പൊ പ്രസംഗത്തിന് പ്രസക്തിയൊന്നുമില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് 10 മിനിറ്റ്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇനി 2 കാര്യം പെങ്ങന്മാർക്കുള്ളതാ. ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലെന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അറിയായിരുന്ന? ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് ആട്ടണേ. പണ്ട് പട്ടിണിയും പരിവട്ടമായിട്ട് നിനക്ക് ഒരു ചുരിദാർ മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കഴുകി ഉണക്കി അത് തന്നെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിനക്കൊക്കെ. അന്ന് ഈ ഫർദയൊന്നും ഇല്ലായിരുന്നില്ല. അന്ന് ഉമ്മച്ചിയോട് പറയും, ഉമ്മ എനിക്ക് ദോശ തിന്നണം, അപ്പം തിന്നണം. പാവം പോയി ഇരുന്നിട്ട് പച്ചരിയൊക്കെ വാരി വെള്ളത്തിലിട്ടിട്ട് ആട്ടിയൊക്കെ ഉണ്ടാക്കി തന്നൊരു കാലമുണ്ട്. ഇന്ന് നിന്റെ മോള് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. താത്താമാര് പറയും, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഉസ്താദേ, അതിൻ്റെ പാട് നമുക്കല്ലേ അറിയുന്നു. എൻ്റെ പൊന്നുമോളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറമ്പിലിറങ്ങ്, എവിടോ കിടപ്പുണ്ട്, കഴുകി ശുദ്ധിയാക്കി വീട്ടിനകത്ത് കയറ്റി ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4, ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഗ്യാസ് വന്നതോടുകൂടി കറിച്ചട്ടിയൊക്കെ പോയില്ലേ? ഇവിടെ വീട്ടിലൊക്കെ ചട്ടിയുണ്ടോ?
പേരിനെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച്? വലിയ കാര്യങ്ങളൊന്നുമല്ല. അള്ളാന്റെ റസൂൽ എല്ലാം പഠിപ്പിച്ചില്ലേ? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ്. വന്ന വഴി മറന്നു പോകരുത്. എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഉമ്മയും ഉപ്പയും പട്ടിണി ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം, ഒരു വസ്ത്രം അത് കഴുകിയിട്ട് ഉണങ്ങാതെ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നീ സ്കൂളിൽ പോയിരുന്ന കാലം നീ ഓർക്കണം. ഒരു പേനയിൽ മഷി തീർന്നാൽ അതിന്റെ ലീഫില്ലറിനകത്ത് ഊതി നീ ഉരച്ച് എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോ എല്ലാം പോയില്ലേ പെങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പെരുന്നാളിന് വസ്ത്രം വാങ്ങാനല്ല പോണ്ടത്. പെരുന്നാളാണ് വസ്ത്രമല്ല വാങ്ങേണ്ടത്. നേരെ പയ്യന്നൂർ ചന്തയിൽ പോയിട്ട് ചട്ടിക്കലൊക്കെ വേടി ബർക്കത്തിറങ്ങും. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന ആദ്യം ഇതൊക്കെ ചെയ്യും. ആടും കോഴിയൊക്കെ വീടിനകത്ത് കയറ്റും, ബർക്കത്തൊക്കെ ഇറങ്ങും. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ എട്ടാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനും എതിരായി നീ ദുആ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു തരില്ല. 9 നിന്റെ കാര്യം നീ പറയുന്നതിന് മുമ്പേ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇത് ആരെ കൊണ്ട് പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? നീ നിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹിനോട് പറയണം, പടച്ചനെ എന്റെ അയൽവാസി പാവപ്പെട്ടവനാ, പടച്ചനെ സമ്പത്ത് കൊടുക്കണേ, വീട് കൊടുക്കണേ, നല്ല ജോലി കൊടുക്കണേ, പടച്ചനെ എനിക്കും തരണേ അല്ലാ. നിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ നീ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ടാ ചങ്ങാതി വയലിനൊക്കെ വരുമ്പോ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് മൈക്ക് സെറ്റുകാരന് വരെ ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യം നമ്മൾ പറയും. നടക്കണ്ടേ? ആദ്യം നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ട് ബക്കറ്റ് എടുത്തവനും സ്റ്റേജ് കെട്ടിയവനും മൈക്ക് സെറ്റുകാരനും എല്ലാവർക്കും ചെയ്തിട്ടാ അവസാനം നമ്മുടെ കാര്യം പറയണേ. എന്തിനുണ്ടാ? നമ്മുടെ കാര്യം നടക്കാനാ. മറ്റുള്ളവന്റെ കാര്യം നടക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയേണ്ടതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10ാമത്തെ കാര്യം ഹംദും സ്വലാത്തും കൊണ്ട് ദുആ അവസാനിപ്പിക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 കാര്യം അനുസരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ അള്ളാഹു തട്ടിക്കളയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.